ഹലോ ഗൈസ്, ഓഫൻ തന്നത്തേക്ക് ഉള്ള ഗ്രോസറി മുഴുവൻ തീർന്നാലുള്ള അവസ്ഥ എന്താണ്? പോരാത്തിന് നല്ല ഒടുക്കത്തെ വിശപ്പും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ, കാരണം ചിക്കനോ മീനോ മുട്ടയോ എല്ലാം തീർന്നിരിക്കുന്ന സമയം കൂടി ആയിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ ഈ ചിക്ക് പീസ്, ബീൻസ്, ഇതെല്ലാം നമുക്ക് 35 പെൻസ് 50 പെൻസിനൊക്കെ നമുക്ക് ഈ എല്ലാ ആസ്ത ലിഡിൽ ഹോം ബാർഗൻസ് എന്ന് വേണ്ട എവിടെ നിന്നും നമുക്ക് കിട്ടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വാങ്ങി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പിന്നെ തട്ടിക്കൂട്ടാണെന്ന് വിചാരിച്ചിട്ട് രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൻ്റെ കൂടെ ഇത്തിരി തൈരും, ഉള്ളവരുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂസും കൂടി ഇട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി വെക്കുക. ഒരു പാൻ എടുത്ത് കടുക് പൊട്ടിച്ച് ചെറിയ ജീരകം വേണ്ടവർക്ക് അതിടാം. ഞാൻ വലിയ ജീരകമാണ് ഇട്ടിട്ടുള്ളത്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിനകത്തോട്ട് തക്കാളി ഇട്ട് ഒന്ന് വഴറ്റുക. അതിനകത്തോട്ട് ഈ അരപ്പ് ഒഴിക്കുക. ആ അരപ്പ് ഒന്ന് തിളയ്ക്കുമ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ഈ കടല, അത് വേവിച്ച് വെച്ചതാണ് ഓൾറെഡി നമുക്ക് കിട്ടുന്നത്, അത് ഇടുക. ആൻഡ് കുറച്ച് പച്ച ഉള്ളി ഇടുക, കുറച്ച് കസൂരി മേത്തി, ഗരം മസാല ഇടുക. തിളച്ച് വരുമ്പോൾ എടുക്കുക, പൊറോട്ടയുടെ കൂടെ അടിക്കുക.